Okay, ready ayo? Good afternoon once again. Okay. Sorry, Good afternoon, Miss. Good afternoon. വായിച്ചു പഠിക്കണക്കില്ല എല്ലാവരും? Yes, yes. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെയാ പഠിച്ചു നിർത്തിയത്? ഗ്രീവാൻസ് ഹാൻഡ്ലിംഗിന്റെ എവിടെ വരെ പഠിച്ചു നിർത്തി? Objectives of discipline. Objectives of discipline. അവിടെ തുടങ്ങിയാണ്. അവിടെ വരെയാണോ അല്ലെങ്കിൽ തീർന്നോ? ഫസ്റ്റത്തെ പോയിന്റ് മാത്രം. പറഞ്ഞല്ലോ. എല്ലാവരും നോക്കാട്ടാ, നിങ്ങൾ അവിടെ വരെയൊക്കെ എത്തിയോ എന്നൊക്കെ നോക്കുക. പഠിച്ചത് അവിടെ വരെ തന്നെയാണോ എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കണേ. പോർഷൻസ് അന്നാന്ന് എടുക്കുന്നതൊക്കെ അന്ന് തന്നെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് എത്തും. അല്ലെങ്കിൽ എന്ത് വെച്ചും ചിലപ്പോ അയ്യോ ഞാൻ ഇല്ല ക്ലാസ് കിട്ടിയില്ല, ഏതെങ്കിലും ക്ലാസ് ഒക്കെ ആയിരുന്നു മിസ്സായി കഴിഞ്ഞാൽ നോക്കണം. നിങ്ങളൊന്ന് ജസ്റ്റ് ആ ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയാം. അതായത് ക്ലാസ് മിസ്സായതിന്റെ സംശയം കേട്ടാ, അല്ലാത്തതല്ല. ഓൾറെഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുമ്പോ ഒക്കെ എന്താ പറയാ, നമ്മള് അതെന്താണ് മനസ്സിലായോ എന്ന് നമ്മളെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് അപ്പൊ തന്നെ മനസ്സിലായില്ലെങ്കിൽ നന്നായിട്ട് തന്നെ പറയുമല്ലോ നിങ്ങള്. അതല്ലാന്നുണ്ടെങ്കിൽ അതായത് ക്ലാസ് മിസ്സായേക്കുന്നവര് ഇന്നത്തെ ക്ലാസ് ഇപ്പൊ കണ്ടില്ല, അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുക. നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്തിട്ട് അപ്പൊ ചോദിക്കുക എവിടെ തുടങ്ങി എവിടെ വരെ എടുത്തേ. അപ്പൊ നമ്മൾ 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക. നമുക്ക് തന്നെ വിളിച്ച് ആ ഒരു കണക്ഷൻ കിട്ടിയല്ലോ. എന്തിലാണ് നമ്മൾ പഠിക്കുന്നത്, ഏത് ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, അത് നമുക്കറിയാം. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ മീനിങ്സ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. അവർക്ക് തരുമെങ്കിൽ പറഞ്ഞു തരുമെങ്കിൽ ഓക്കെ. അങ്ങനെ അതല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഓക്കെ. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല് അറിയാലോ അല്ലെ? ദ കോഡ് ഓഫ് കോണ്ടാക്ട് ഓർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ഈസ് ടു ബി ഫോളോഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ യഥാർത്ഥത്തിൽ അവർ എയിം ചെയ്യുന്ന അവരുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ നടപ്പാക്കിയിരിക്കുന്ന കോഡ് ഓഫ് കോണ്ടാക്ട്, പെരുമാറ്റച്ചട്ടങ്ങള്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നതിനെ അതാണ് നമുക്ക് അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. എന്താണ് ഡിസിപ്ലിന്റെ ഒബ്ജക്റ്റീവ്സ്? അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഫസ്റ്റ് വൺ, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. എന്താ? ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. Every organization has certain set of rules and regulations which the employees have to be followed. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ ബിസിനസ് നടത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ എംപ്ലോയീസും ഫോളോ ചെയ്യേണ്ട ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ എന്തിനു വേണ്ടിയിട്ട് അവർ അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ടു അച്ചീവ് ദെയർ ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ചിലപ്പോ പല രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് എന്താ പറയാ, സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, ഇവിടുത്തെ സ്ക്രീൻ കാണണ്ടോ? ഓക്കെ. അപ്പൊ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഓർഗനൈസേഷനുള്ള അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അല്ലാതെ ഒരു ബിസിനസ്സിൽ വന്ന് കുറെ എംപ്ലോയീസ് വന്ന് അവരുടെ ഇഷ്ടം പോലെ അവരുടെ എന്താ പറയാ ഇഷ്ടത്തിനനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നു, സമയത്തിനനുസരിച്ച് വരുന്നില്ല, അങ്ങനെയൊക്കെ ഒരു സമയവും കൃത്യനിഷ്ഠ ഒന്നും വെക്കാത്ത ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എല്ലാം എന്ത് ചെയ്യും? എല്ലാം കുഴഞ്ഞു മറിയും അല്ലെ? അവിടുത്തെ അറേഞ്ച്മെന്റുകൾ, മാനേജ്മെന്റുകൾ ഒന്നും പ്രോപ്പർ ആയിട്ടില്ല. അപ്പൊ അതിനെല്ലാം വേണ്ടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റ്സ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്തിരിക്കുന്നത്. അത് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് ഇറ്റ് മേക്സ് ദ എംപ്ലോയീസ് ടു ബി ഡിസിപ്ലിൻഡ്. അതായത് അങ്ങനെ ഈ പറയുന്ന ഡിസിപ്ലിൻ ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ എംപ്ലോയീസിനെ ഒരുക്കുകയാണ് അതിലൂടെ. ആ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാനും അതിലൂടെ ടു അച്ചീവ് ദ ഓർഗനൈസേഷൻസ് ഗോൾസ് ഈസിലി, വളരെ എളുപ്പം ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. നമുക്കറിയാം, ഇഫ് എനി എംപ്ലോയി ഓർ ദ എംപ്ലോയീസ് ആർ അൺഡിസിപ്ലിൻഡ്, എല്ലാ ആളുകളും എല്ലാ എംപ്ലോയീസും ശരിയായ രീതിയിൽ എഫക്റ്റീവ് എന്താ പറയാ ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ എന്ത് പറ്റും?
the organization cannot function, work, that means it also cannot perform its works efficiently and effectively. എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗനൈസേഷൻ അതിന്റെ ജോലികളൊന്നും ഇഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും, അതായത് എംപ്ലോയീസ് എത്രത്തോളം ഡിസിപ്ലിൻഡ് ആണോ അത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും അവിടുത്തെ ജോലികൾ നടക്കും. ഓക്കെ, സോ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് they have to take maximum effort to maintain the discipline among the employees. അപ്പൊ എന്ത് ചെയ്യണം, ഓരോ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് വളരെയധികം അതിനുവേണ്ടി എഫേർട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓർഗനൈസേഷനിൽ then only they can achieve the goals. എന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അണ്ടർലൈൻ ചെയ്തിരുന്നോ സെന്റൻസ്? ഏതെങ്കിലും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നോ ഞാൻ? അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് കിടക്കട്ടെ? പറഞ്ഞു എന്നല്ലേ പറയണേ? ഈ ഒരു പോയിന്റിൽ അണ്ടർലൈൻ ചെയ്താണ്. ദെൻ അപ്പൊ അടുത്തത് ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. ഇനി ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? എംപ്ലോയീസിനെ എന്താക്കുക? റെസ്പോൺസിബിൾ ആക്കുക. എന്ന് വെച്ചാൽ if we follow some rules and regulations or if we follow the discipline which is in the organization, ഒരു ഓർഗനൈസേഷനിൽ അവർ ഫോളോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന അച്ചടക്ക മര്യാദകള് അതുപോലെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മളെല്ലാവരും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയി മാറും. കാരണം എന്താ, ഇപ്പൊ 10:30 മണിക്ക് ഓഫീസിലെത്തണം അല്ലെങ്കിൽ 9:30 മണിക്ക് ഓഫീസിലെത്തണം. ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം, നമുക്ക് അത് ഫോളോ ചെയ്യണം. നമ്മെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ്. നമുക്കൊരു റെസ്പോൺസിബിൾ ഉത്തരവാദിത്തം. എന്ത്? 9:30 മുമ്പ് അവിടെ അതിനകത്ത് പ്രവേശിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 9:30 അല്ലെ? ആ ഒരു കൃത്യസമയം നിഷ്ഠ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ എന്താ പറയാ ഇറസ്പോൺസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ റെസ്പോൺസീവ് ആക്കാൻ, അതായത് റെസ്പോൺസിബിലിറ്റി ഉള്ളതാക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിസിപ്ലിൻ വിച്ച് ഈസ് ഫോളോഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഈസ് ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഇറസ്പോൺസീവ് ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസ് ആരെങ്കിലും ഒക്കെ ഇറസ്പോൺസീവ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിനൊരു ചിട്ട കൊണ്ടുവരാൻ. ഇപ്പൊ 9:30 എന്ന് പറയുന്നു, 9:30 കഴിഞ്ഞ് 9:45 10 മണിക്കൊക്കെ ഇങ്ങനെ എംപ്ലോയീസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ അവിടെ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു എന്താ പറയാ നിലപാട് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നില്ല, ഇത്ര മണിക്ക് വരണം. അതിനൊരു സ്ട്രിക്ട്നെസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്ത് പറ്റും? ഇത് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ എംപ്ലോയീസും ആദ്യത്തെ ദിവസമൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നു, 2-3 ദിവസമൊക്കെ വന്നു. പിന്നത്തെ ദിവസം നോക്കുമ്പോ എന്താ, അടുത്ത എംപ്ലോയീസ് ഒക്കെ നേരെ വൈകിട്ട് വരുന്നു. അപ്പൊ എനിക്ക് എന്താ പറഞ്ഞാലും എന്ന് ഓർത്ത് ബാക്കിയുള്ളവർ അങ്ങനെയായി പോകുന്നു അല്ലെ? അപ്പൊ എന്ത് പറ്റും? ഒരു മാനേജിങ് ഒരു സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന എംപ്ലോയീസ് നമുക്കൊന്ന് റെസ്പോൺസിബിൾ ആക്കാനായിട്ട് ഡിസിപ്ലിൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാൻ വേണ്ടി കുറച്ച് റൂൾസ് 9:30 മണിക്ക് കറക്റ്റ് അകത്തുണ്ടായിരിക്കണം അല്ലെ, അവരവരുടെ വർക്കിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഒരു ഉത്തരവാദിത്തമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇഫ് ദ എംപ്ലോയീസ് ഫോളോ സച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പോൾ മാത്രമല്ല അവരതൊരു സിസ്റ്റമാറ്റിക് വേയില് കൊണ്ടുവരുമ്പോ എന്ത് പറ്റും? അവരുടെ ജീവിതത്തില് അവര് സിസ്റ്റമാറ്റിക് ഒരു ഓർഡർ കൊണ്ടുവരാണ് അല്ലെ? കറക്റ്റ് ആയിട്ട് കൃത്യ സമയത്തിന് കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഇറ്റ് മേക്സ് മോർ റെസ്പോൺസിബിൾ ടു പെർഫോം ദയർ ഡ്യൂട്ടീസ്. അപ്പൊ അങ്ങനെ വരുമ്പോ എംപ്ലോയീസിന് അവരുടെ ജോലികളൊക്കെ വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടെ കൃത്യമായിട്ട് ചെയ്തു തീർക്കാനും പറ്റും എന്നുള്ളതാണ്. അതാണ് അപ്പൊ എംപ്ലോയീസിനെ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരാൻ, എംപ്ലോയീസിന്റെ ഇടയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കാനും ഉത്തരവാദിത്തങ്ങൾ ബോധപൂർവം കൃത്യമായ സമയത്ത് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഡിസിപ്ലിൻ ഇൻ ഓർഗനൈസേഷൻ. ക്ലിയർ ആയോ? ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയണം. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഇറസ്പോൺസിബിൾ ബിഹേവിയർ ഓൺ ദ പാർട്ട് ഓഫ് ദ എംപ്ലോയീസ്. ഓക്കെ, അടുത്ത എന്താ? സ്പെല്ലിംഗിൽ തെറ്റുണ്ട്. ബ്രിങ്ങിങ് എന്നാണ്. ഞാൻ അതാണ് പെട്ടെന്ന് സ്റ്റെക്ക് ആയത്. എന്താണ് സ്പെല്ലിംഗിൽ അതൊക്കെ എന്തോ തോന്നി. BRINGING. അവിടെ ഒരു ജി ഇടയിൽ പോയിട്ടുണ്ട്. ഒന്ന് തിരിച്ച് ചെയ്താണോ? സൗണ്ട് ഇല്ലേ? ഹലോ അത്രയും തന്നെയാണല്ലോ. ഞാൻ 60ലാണ് നിർത്തുന്നത്. ആവറേജ് ഉണ്ടോ? അങ്ങനെ ഒന്ന് പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് വേഗം ഒന്ന് ജോയിൻ ചെയ്യട്ടോ.
ചിലപ്പോ നെറ്റ് ഇഷ്യൂവിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ഓക്കെ, അപ്പോ എന്താ പറയാ, സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യണം. ബ്രിങ്ങിങ് ഡിസയേർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന്റെ ഇടയിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ്, അതെന്ന് വെച്ചാൽ എന്താ, ഇത് പെരുമാറ്റത്തില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഡിസിപ്ലിൻ ഓർഗനൈസേഷനിൽ മസ്റ്റ് ആണ്. ഓക്കെ, ഇത് നമ്മളിപ്പോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ, എന്താ പറയാ, നമ്മൾ ചിലപ്പോൾ വീടുകളിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ചില രീതിയിലൊക്കെ ബിഹേവ് ചെയ്യും. നമ്മൾ വെറുതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറൽ പാറ്റേൺ ഇൻ അവർ ഹൗസ് വിൽ നോട്ട് ബി ഫോളോഡ് ഇൻ ദ ഓർഗനൈസേഷൻ, അല്ലെ? നമ്മൾ ജോലി സ്ഥലത്ത് ഒരു ചുറ്റുപാടുമായിട്ട് ഒരു ജോലിയുമായിട്ട് ഒരു വർക്ക് പ്ലേസിൽ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ പെരുമാറില്ല. അപ്പൊ അതുപോലെയുള്ള ചേഞ്ചസ്, ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനും എന്താണ് നമ്മളുടെ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രിങ്ങിങ് എന്നാക്കണം കേട്ടോ. സോ ഡിസിപ്ലിൻ ചേഞ്ചസ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. കണ്ടോ, ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. കാരണം എന്താ, ഇപ്പൊ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എന്ത് വേണമെങ്കിലും, ബിക്കോസ് അവിടെയുള്ളവർക്ക് നമ്മളുടെ ഏറ്റവും എന്താ പറയാ ഏറ്റവും അടുത്തുള്ളവരാണ്, പിന്നെ റിലേഷൻസ് ഉള്ളവരും അങ്ങനെ ഏറ്റവും നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളാണ്. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ, ചെയ്യാം. അവിടെ there is no restriction. But in an organization, പക്ഷെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ജോലിക്കായിട്ട് വരുമ്പോൾ അവിടെ നമുക്ക് എന്താ പറയാ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും, അതല്ലാതെയുള്ള റിലേഷൻസ് ഇല്ല. ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് അത്ര അടുത്തുള്ള പരിചയമില്ലാത്ത ആളുകളായതുകൊണ്ട് നമ്മളുടെ ബിഹേവിയറൽ പാറ്റേണിൽ നമ്മൾക്ക് ഇവിടെ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ അത് ചേഞ്ചസ് കൊണ്ടുവരാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡിസിപ്ലിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. തോന്നിയ സമയത്ത് ഫുഡ് കഴിക്കുന്നു, വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുത്ത് കഴിക്കാം, അല്ലെ? പക്ഷെ ഇവിടെ പറ്റുന്നില്ല. അതിനൊക്കെ ഉള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ടൈം ഫോർ ലഞ്ച് ഇന്നതാണ്, അത് കഴിഞ്ഞാൽ ബ്രേക്ക് കഴിഞ്ഞ് അപ്പൊ തന്നെ ഇന്ന സമയത്ത് നമുക്ക് ഓൺ ഡ്യൂട്ടിയിലേക്ക് വീണ്ടും വരണം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ്. അപ്പൊ നമ്മുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതിനും നമ്മളുടെ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് also it improves the tolerance level of the employees. ഇനി ഡിസിപ്ലിൻ മറ്റൊരു കാര്യം കൂടി അതിനുള്ള ബെനിഫിറ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ ടോളറൻസ് ലെവല് എന്ന് വെച്ചാൽ എന്താ, ഒരു വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ആയിട്ട് ആരെങ്കിലോടും ചിലപ്പോൾ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് വരും. സന്തോഷത്തിന്റേതായ റിയാക്ഷൻ ആകാം, ദേഷ്യത്തിന്റെ റിയാക്ഷൻ ആകാം, സങ്കടത്തിന്റെ ആകാം, പെട്ടെന്നായിരിക്കും വരിക. അതിനൊരു സമയം നമുക്ക് ഗ്യാപ്പ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഓർഗനൈസേഷനിലാവുമ്പോൾ അതങ്ങനെ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെ? നമുക്ക് അത്രയും അവിടെ ഓപ്പൺ ആക്കി നമ്മളുടെ ആ ഒരു ഫീലിങ്ങിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ കുറേയൊക്കെ കടിച്ചമർത്താൻ, അല്ലെ, ടോളറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ലെവല് എംപ്ലോയീസിലേക്ക് കൊണ്ടുവരുന്നതും ഡിസിപ്ലിൻ തന്നെയാണ്. ആൻഡ് ഓൾസോ ദേ ക്യാൻ മേക്ക് എനി അഡ്ജസ്റ്റ്മെന്റ്സ് അക്കോർഡിംഗ് ടു ദ ഓർഗനൈസേഷൻസ് സ്റ്റാൻഡേർഡ്സ് ടു അച്ചീവ് ദയർ ഗോൾസ്. ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ് നിലവാരത്തിനനുസരിച്ച് എംപ്ലോയീസിന് അതനുസരിച്ച് എന്താ പറയാ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട്, ചേഞ്ചസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് സ്പെല്ലിംഗിൽ തിരുത്തൽ വരുത്തി അണ്ടർലൈൻ ചെയ്യേണ്ടത് ഡിസിപ്ലിൻ ചേഞ്ചസ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് എന്നും അതിന്റെ രണ്ടാമത്തെ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ഹാവ് ഗുഡ് ടോളറൻസ് ലെവൽ. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് നല്ല ഒരു സഹന ശക്തി, അല്ലെ? അതും ആൻഡ് മേക്ക് എനി അഡ്ജസ്റ്റ്മെന്റ് ഈസിലി ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡ്സ് അച്ചീവ് ചെയ്യാനായിട്ട് എന്താ പറയാ ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാനും എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിസിപ്ലിൻ. ക്ലിയർ ആണല്ലോ? ദെൻ ആൻഡ് ഓൾസോ അപ്പൊ നമ്മൾ പറഞ്ഞു ഡിസിപ്ലിൻ ഇതുപോലെ അല്ല, ഇത് രണ്ടും വേണം. രണ്ട് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. Okay, so if there is any changes in the employee's behavior, it should be constantly checked or scrutinized. എന്ത് ചെയ്യണം? ഏത് സ്പെല്ലിംഗ് എന്താണ്? സ്പെല്ലിംഗ് തിരുത്തിയില്ലേ? BRINGING, ബ്രിങ്ങിങ് എന്നാ കടന്ന്. അതാ ഞാൻ പറഞ്ഞത്. ഓക്കെ ശരിയായില്ലേ സ്മിത? ഓക്കെ, സോ നമ്മളപ്പോ ഇങ്ങനെ ബിഹേവിയറൽ ചേഞ്ചസിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഡിസിപ്ലിൻ ഒക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്തോളണം? അതിനൊരു കോൺസ്റ്റന്റ് ചെക്ക് എന്ന് വെച്ചാൽ എന്താ, ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഒരു ഫിക്സഡ് ടൈമില് അല്ലെങ്കിൽ ടൈമിംഗ് ആയിട്ട് ഒരാഴ്ചയിലോ മാസത്തിലോ ഒക്കെ അതൊന്ന് ചെക്ക് ചെയ്യണം. എംപ്ലോയീസ് ഡിസിപ്ലിൻ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിന് ഒരു ഡിസിപ്ലിൻ പോളിസി ഷുഡ് ബി ദർ.
ആ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിൻ പോളിസിയും അത് വെദർ ദേ ആർ ഡൂയിങ് ഓർ പെർഫോമിങ് അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ത്രൂ ഔട്ട് ദ വർക്ക്, അവരുടെ ജോലിക്കിടയിലൊക്കെ അവരത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവിടെ അറിഞ്ഞിരിക്കണം അവര്. അപ്പൊ ഒരു ഇഫക്റ്റീവ്, when we are bringing an effective discipline policy in an organization, it can improve the low performance of the business organization to the ബെസ്റ്റ് എംപ്ലോയീസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ പെർഫോമൻസുകൾ, അവരുടെ ബിഹേവിയറൽ പാറ്റേണിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഡിസിപ്ലിൻഡ് ആക്കി അവരെ ജോലി ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് അറിയാമോ? അവര് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ പോളിസിയാണ് ഓർഗനൈസേഷൻ ഏറ്റെടുത്തേക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ആ ഡിസിപ്ലിനറി ആക്ഷൻ കൊണ്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ലോ പെർഫോമേഴ്സ് ആയിട്ടുള്ളവരെ, എന്ന് വെച്ചാൽ പെർഫോമിംഗ് ലെവലിലൊക്കെ വളരെ താഴ്ന്ന നിലവാരം കാഴ്ചവെക്കുന്നവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. എന്താ, തോന്നിയ സമയത്ത് വരുന്നില്ല, കൃത്യനിഷ്ഠ പാലിച്ചു വരുന്നു, കൃത്യമായി ജോലിയുടെ സമയത്ത് ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ? അപ്പൊ ജോലി കൃത്യമായി ചെയ്യുമ്പോൾ തന്നെ എന്തായി? പെർഫോമൻസും ഓക്കെ ആയി. അപ്പൊ ലോ പെർഫോമൻസിനെ ബെറ്റർ പെർഫോമൻസ് ആക്കി മാറ്റാനും എന്താണ്, ആൻഡ് ഓൾസോ വി ക്യാൻ കമ്പൽ ദം ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി അവരെ നമുക്ക് പ്രേരിപ്പിക്കാനും കമ്പൽ ചെയ്യാനും പുഷ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും, ഫോഴ്സ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതും എന്താണ്, ഈ പറയുന്ന ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നാണ്. ക്ലിയർ ആയോ? ഇഫ് ആൻ ഇഫക്റ്റീവ് പോളിസി എന്നുള്ളത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ദസ് വേണ്ട, അത് കഴിഞ്ഞിട്ട് ഇഫ് ആൻ ഇഫക്റ്റീവ് discipline policies created by an organization, it can improve the low performance of the company to the better performance and compel them to achieve organizational goals. ആ സെന്റൻസ് ദസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം മുഴുവൻ ചെയ്തോ? Yes, next one, controlling employees. ഇനി ഡിസിപ്ലിൻ ഓൾസോ കൺട്രോൾസ് എംപ്ലോയീസ്. എന്താ പറയാ, ഒരു നിയന്ത്രണം എംപ്ലോയീസിന്റെ ഇടയിൽ കൊണ്ടുവരാനും ഡിസിപ്ലിൻ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ദ മെയിൻ മോട്ടീവ് ഓർ ദ എയിം ഓഫ് ക്രിയേറ്റിംഗ് ഡിസിപ്ലിൻ പോളിസി, ഒരു നല്ല ഡിസിപ്ലിൻ പോളിസി രൂപീകരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് എ കൺട്രോൾ ഓവർ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ പേരിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാം. കണ്ടോ, തോന്നിയ സമയത്ത് വന്നിരുന്ന എംപ്ലോയീസ് കൃത്യമായി സമയം പാലിക്കാൻ, അത് കൺട്രോൾ ചെയ്യുന്നതാണ് അവരെ. അല്ലെ, ഒരു തരം നിയന്ത്രണം തന്നെയല്ലേ? 9:30 ഓർഗനൈസേഷനിൽ ജോലിക്ക് എത്തണം എന്ന് പറയുമ്പോൾ 9:45 വരുന്നു, പിന്നീടുള്ള ദിവസങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, കാരണം ചിലവര് കൃത്യസമയത്ത് വരുന്നു, ചിലര് അത് ഫോളോ ചെയ്യാതെ വരുന്നു. അപ്പൊ എല്ലാവരെയും കൃത്യമായിട്ട് എല്ലാ എംപ്ലോയീസും ഒരുപോലെയാണ്. അവരുടെ വർക്കിംഗ് ടൈം ഇന്ന സമയം മുതൽ ഇന്ന സമയമാണെങ്കിൽ all should follow such policy. ആ ഒരു പോളിസി എല്ലാവരും ഫോളോ ചെയ്യണം. കുറച്ചു പേർക്ക് മാത്രം ഒതുങ്ങുന്നു, അപ്പൊ അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, ഇത്ര മിനിറ്റ് കുറവാണ് അവർ ജോലി ചെയ്യുന്നത്. കണ്ടോ, അങ്ങനെയൊക്കെ കമ്പാരിസൺ ഒക്കെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി ക്യാൻ കൺട്രോൾ ഓൾ ദീസ് തിങ്സ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എംപ്ലോയീസിനെ ഇത്തരത്തില് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദ ഹയർ അതോറിറ്റീസ് എന്ന് വെച്ചാൽ അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഓർഗനൈസേഷനിൽ ആരാണോ, they can take any disciplinary actions those who are not following. അത്തരം ഡിസിപ്ലിനറി ആക്ഷൻ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യാം? ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ അവരുടെ എംപ്ലോയീസിന്റെ മനസ്സിൽ they will automatically have some എന്താ പറയാ റിയലൈസേഷൻ. അവർക്ക് തന്നെ മനസ്സിലാവും എന്ത് നമ്മളെ കമ്പൽ ചെയ്ത് അവരുടെ എന്താ പറയാ ജോലി നമ്മൾ ഈ പറയുന്ന ഡിസിപ്ലിനെ ഫോളോ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടും, ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകും നമുക്കെതിരെ എന്നൊക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി വെക്കാൻ പറ്റും സ്വന്തമായിട്ട് മനസ്സിൽ തന്നെ. ഇപ്പൊ ഒരു എന്തെങ്കിലും റൂള് റെഗുലേഷനോ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ആക്ഷൻ എങ്ങനെയായിരിക്കും, അതിന്റെ ആഫ്റ്റർ എഫക്ട് ചിലപ്പോൾ നേരത്തെ അവിടെ അതിന് മുമ്പേ എവിടെയെങ്കിലും ഏതെങ്കിലും എംപ്ലോയിയുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മറക്കില്ല. അന്നേരം ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഇങ്ങനെയാണ് എടുത്തത്. അപ്പൊ അതിനെ കുറിച്ച് ബോധ്യം അങ്ങനെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? എംപ്ലോയീസ് ആർ നോട്ട് കമ്പൽഡ് ടു ഡു സച്ച് വയലേഷൻസ്. അങ്ങനെ വരുമ്പോ അവര് സ്വയം നിയന്ത്രിക്കും. എന്ത്? ആ ഒരു നിയമം തെറ്റിക്കാൻ പാടില്ല, ആ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഞാൻ ഫോളോ ചെയ്യണം എന്ന ആ ഒരു ബോധ്യം മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. അത് ഒരു തരം കൺട്രോളിംഗ് ആണ്. എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യുന്നതിന് തുല്യമാണ് ശരിക്കും, അല്ലെ? നമ്മളെ നിയന്ത്രിക്കല്ലേ, നമ്മളത് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ നമുക്കപ്പോ തന്നെ ബോധ്യം വരുന്നു ഡിസിപ്ലിനറി ആക്ഷൻ. അത് എന്തുപോലെയാണ് കുറച്ച് വളരെ മനോഹരമായ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒക്കെ ഡിസിപ്ലിൻ എങ്ങനെയാണ് നമുക്ക് ഇതാക്കാന്നൊക്കെ ഉള്ളത് വരുന്നുണ്ട് ഈ ഭാഗത്ത്
കേൾക്കാൻ പറ്റും നിങ്ങൾ. അന്നേരം നമുക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് മനസ്സിലായോ? നാലാമത്തെ പോയിന്റ്, കൺട്രോളിംഗ് ഒരു ഫോഴ്സ് കൂടിയാണ് ഡിസിപ്ലിൻ പോളിസി. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ദ മെയിൻ മോട്ടീവ് എന്ന് പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെയിൻ മോട്ടീവ് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Okay, and the next one, maintaining cordial relations between employee and management. Ini discipline also maintains a cordial relation between employee and management. Discipline ഉണ്ടെങ്കിൽ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ ഒരു നല്ല ബന്ധം അല്ലെ, ഒരു നല്ല ഒരു എന്താ പറയാ, അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കൃത്യമായ ഡിസിപ്ലിനറി പോളിസി ഉണ്ട്. ഇഫ് ദ എംപ്ലോയീസ് ഫോളോ സച്ച് പോളിസീസ്, ഈ പറയുന്ന പോളിസീസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെന്റിന് ഇവരുടെ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ എംപ്ലോയീസിന് എതിരായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിയാനോ അല്ലെങ്കിൽ അവരുടെ പേരിൽ ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ അതൊക്കെ കണ്ടുപിടിക്കാനൊന്നും വേണ്ടി വരില്ല. എല്ലാം ഓക്കെയാണ്. ബിക്കോസ് അങ്ങനെ വരുമ്പോ ദേ വിൽ ഹാവ് സം ഗുഡ് റിലേഷൻ, നല്ലൊരു റിലേഷൻ അവിടെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ചിലപ്പോ ഈ ഡിസിപ്ലിൻ അല്ലാതെ വരുമ്പോഴാണ് എംപ്ലോയീസ് മാനേജ്മെന്റ് തമ്മിൽ ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ്സ് സ്പോയിലിംഗ് ദ യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻ. ട്രേഡ് യൂണിയനും മാനേജ്മെന്റും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ റിലേഷൻസ് എന്താ പറയാ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അത് സ്പോയിൽ ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ എയിം എന്ന് പറയുന്നത്. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതിന്റെ എയിം അതല്ല. പക്ഷെ ടു മെയിൻറ്റെയിൻ എ കോർഡിയൽ റിലേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ബന്ധം എംപ്ലോയീസ് മാനേജ്മെന്റുമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദാറ്റ് ട്രസ്റ്റ് അമംഗ് ദ എംപ്ലോയീസ്, മാത്രമല്ല എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു വിശ്വാസം. കണ്ടോ, കൃത്യത ഫോളോ ചെയ്യുമ്പോ എന്ത് പറ്റി? അപ്പൊ മാനേജ്മെന്റിന് മനസ്സിലായി അവര് കൃത്യമായിട്ട് ആ ഡിസിപ്ലിൻ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ്, അത് തെറ്റിക്കില്ല, അവർ നമ്മളെ ചീറ്റ് ചെയ്യുന്നില്ല എന്നൊരു ബോധ്യം മാനേജ്മെന്റിന്റെ ഇടയിലും കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ ക്യാൻ ട്രസ്റ്റ് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ദ ട്രേഡ് യൂണിയൻസ്. എംപ്ലോയീസിനെ മാത്രമല്ല യൂണിയൻസിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ ക്യാൻ അറ്റൈൻ ദെയർ കോപ്പറേഷൻ. എന്ന് വെച്ചാൽ അവരുടെ സഹകരണം ഒക്കെ എല്ലാ കാര്യത്തിലും അവർക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. മാനേജ്മെന്റിന് എംപ്ലോയീസ് എല്ലാ രീതിയിലും സഹകരിക്കും. ദാറ്റ് ഈസ് ടു ഹാവ് എ ഫെയർ ഡിസിപ്ലിൻ പോളിസി. അതൊരു നല്ല ഡിസിപ്ലിൻ പോളിസി അതിന് തുല്യമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻറ്റെയിനിങ് കോർഡിയൽ റിലേഷൻസ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയി മാനേജ്മെന്റ്. ക്ലിയർ ആണോ? അഞ്ചാമത്തെ പോയിന്റ് ഓക്കെ ആണല്ലോ? അതിലും ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് എനി എംപ്ലോയി ഓഫൺ കോസസ് എ ലോട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദ മാനേജ്മെന്റ്. കണ്ടോ, അതായത് ഒരുപാട് ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അറിയാം എംപ്ലോയി മാനേജ്മെന്റ് തമ്മിൽ ഒരു രീതിയിലും ചേർന്ന് പോകൂല. കാരണം എന്താ, എന്തെങ്കിലും കുറ്റങ്ങൾ എംപ്ലോയീസ് കാണിക്കും, അപ്പൊ തന്നെ അതിനെതിരെ ആക്ഷൻ എടുക്കും. അപ്പൊ ഒരു നല്ല ബന്ധമാണോ? അല്ല, ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലൊരു ബന്ധം കൊണ്ടുവരിക എന്നുള്ളത്. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമെന്നുള്ള ബോധ്യം നേരത്തെ കൂട്ടി എംപ്ലോയീസിനുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവരത്തരം ആക്ഷൻസ് വയലേറ്റ് ചെയ്യില്ല, അത്തരം ഡിസിപ്ലിൻസ് വയലേറ്റ് ചെയ്യില്ല അല്ലെ? അതാണ്. ഇവിടെ ഒരു സെന്റൻസ് കൂടി ഉണ്ട്. Spoiling the union management relations is not the aim of discipline policy. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേ. ബട്ട് വേണ്ട, ബട്ടില്ലാണ്ട് ഡിസിപ്ലിൻ പോളിസി വരെ. Spoiling the union management relations is not the aim of discipline policy. So, clear ആണല്ലോ? അണ്ടർലൈൻ ചെയ്തില്ലേ? അടുത്തത് ഡിസിപ്ലിൻ, അതിന്റെ ടൈപ്സ് ആണ്. എത്ര രീതിയിൽ, ഏതൊക്കെ രീതിയിൽ ഡിസിപ്ലിൻ ഉണ്ട്, ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ആണ്. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഡിസിപ്ലിൻ ഉള്ളത് അല്ലെ? അവിടെയും ഉണ്ട് ക്ലാസിഫിക്കേഷൻസ്, ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. ഒന്നാമത്തേത് പോസിറ്റീവ് ഡിസിപ്ലിൻ, സെക്കൻഡ് വൺ നെഗറ്റീവ് ഡിസിപ്ലിൻ, തേർഡ് വൺ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. കേട്ടോ, 3 രീതിയിലാണ് ഡിസിപ്ലിൻ ഉള്ളത്. ഫസ്റ്റ് വൺ positive discipline. What do you mean by positive discipline? Positive discipline എന്ന് പറയുന്നത് the discipline which motivates the employees of the organization to perform standardized and also to behave standardized and also to achieve the organizational goals by following proper code of conduct. ഒരു ഓർഗനൈസേഷന്റെ പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ അവരുടേതായ ചില രീതികളുണ്ട്. ഓർഗനൈസേഷൻ എംപ്ലോയീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അതാണ് കോഡ് ഓഫ് കോണ്ടാക്ട്. ആ ഒരു ബിഹേവിയർ അവരെങ്ങനെ അവര് ചെയ്യുന്നു,
അത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവരതിനു വേണ്ടി ഏത് നിലവാരത്തിൽ അവർ ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ആണ് ശരിക്കും പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ്, അതുപോലെ കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. ബിസിനസ് സ്ഥാപനം അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനാണ് എന്തെങ്കിലുമൊക്കെ ചില ഡിസിപ്ലിൻസിലൊക്കെ നമുക്ക് തരുന്നതും, ചിലപ്പോൾ ഡിസിപ്ലിനിൽ ചില മാറ്റങ്ങൾ റിന്യൂ ചെയ്ത് കൊണ്ടുവരുന്നതും ഒക്കെ. ഇതൊക്കെ എന്താണ്? ഇതൊരു മോട്ടിവേഷൻ ആണ് നമുക്ക് ആയിരിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? എംപ്ലോയീസ് ആ ഓർഗനൈസേഷനിൽ അവരുടെ ജോലി ഏത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ ചെയ്യുന്നു, അതുപോലെ ഓർഗനൈസേഷന്റെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ അതിനു വേണ്ടി ബിഹേവ് ചെയ്യുന്നു, ഇതിനുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനെയാണ് നമ്മള് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ഈ പോസിറ്റീവ് ഡിസിപ്ലിനെ നമ്മൾ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്, സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഡിസിപ്ലിൻ പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മാനേജ്മെന്റിന് നമുക്കെതിരെ വേറെ ഒരു ആക്ഷൻ ഒന്നും എടുക്കേണ്ടാത്ത ഒരവസ്ഥ. എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ലക്ഷ്യത്തിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് എംപ്ലോയീസ് നേരിട്ട് സ്വമേധയാ തയ്യാറാകുക. അതാണ് സെൽഫ് ഇമ്പോസ്ഡ് ആണ്. സെൽഫ് ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ നിയന്ത്രിക്കേണ്ട, ഞാൻ സ്വന്തമായിട്ട് ഡിസിപ്ലിൻഡ് ആകുകയാണ്. മനസ്സിലായോ? അവിടെ വേറൊരാളുടെ എന്താ പറയാ സമ്മർദ്ദത്താലൊന്നുമല്ല നമ്മൾ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത്. ഉദാഹരണം പറയാം, നമ്മുടെ വീടുകളിൽ നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ ഡിസിപ്ലിൻ പഠിപ്പിക്കും അല്ലെ? അത് ഫോഴ്സ്ഫുള്ളി പഠിപ്പിക്കുന്നതല്ലേ? ചെറുതിലെ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ ഇത് എന്തെങ്കിലുമൊക്കെ അവസ്ഥകൾ ഇങ്ങനെ കാണിക്കുമ്പോ നമ്മൾ പറയും അതങ്ങനെ പാടില്ല, അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. അല്ലെ, ഇപ്പൊ കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ ഫിംഗർ എപ്പോഴും പിടിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മള് ആദ്യമൊക്കെ കുഞ്ഞു കഴിക്കുമ്പോ കുഴപ്പമില്ല, കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോ ഒരു ഇച്ചിരി കൂടി പൊടിക്ക് വലുതാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ കൈ അവിടുന്ന് മാറ്റിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ? അത് കുട്ടികളെ കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ടൊക്കെ പോകുമ്പോ അവരും ആണെങ്കിലും അവിടെയാണെങ്കിലും ഇത് കുട്ടി ഇങ്ങനെ ചെയ്യുമല്ലോ, അപ്പൊ അത് കാണിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ അവരുടെ ബിഹേവിയറിൽ കുറെ വേണ്ടാത്തതും വേണ്ടുന്നതൊക്കെ ഉണ്ടായിരിക്കും. വേണ്ടാത്തതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് അവരെ തിരുത്തും, കറക്റ്റ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ട്? അതൊരു കാര്യമാണ്, അവരുടെ ഡിസിപ്ലിനിലേക്ക് അവർ കൊണ്ടുവരുന്നത്. കാരണം വലുതാകുന്നതോറും കുട്ടി അത് ആ ഒരു കാര്യം മാറ്റിയെടുക്കണം. പുതിയതായിട്ട് മാറ്റങ്ങൾക്ക് അനുസരിച്ച്, ആളുടെ വലിപ്പത്തിനനുസരിച്ച് ആ കുട്ടി അതിന്റെ ബിഹേവിയറൽ പാറ്റേണിൽ മാറ്റം വരുത്തണം, നിർബന്ധമാണല്ലോ. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്തിരുന്നോ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാകണം. അതെങ്ങനെ വരണം? സെൽഫ് ആയിരിക്കണം. അത് മറ്റേത് നമ്മൾ ഇമ്പോസ് ചെയ്യാണ് കുട്ടീനെ കൊണ്ട്. അതെന്ത് ചെയ്യുന്നു? ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. എന്ത്? അത് പാടില്ല 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 എന്ന് പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ഓർഗനൈസേഷനിൽ അതിന്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷെ ചില എംപ്ലോയീസിന് അത് കൊടുക്കേണ്ടി വരുന്നു, കാരണം ഇടയ്ക്കിടയിൽ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണ് ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിന് അല്ലെങ്കിൽ ഗ്രോത്തിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാ എംപ്ലോയീസും സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ആയിരുന്നു ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്നും എന്തൊരു പേരുണ്ട്? പോസിറ്റീവ് ഡിസിപ്ലിന് പേരുണ്ട്. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എന്താ പറയാ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബിസിനസ്. ബിസിനസ് മാനേജ്മെന്റിന്റെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാനൊക്കെ സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യും. ആ ഡിസിപ്ലിനറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിനറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിൽ ബി ഈസിലി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ്. കാരണം എന്താ? എംപ്ലോയീസ് അത് സ്വമേധയെ ഏറ്റെടുക്കുന്നു, അത് ഫോളോ ചെയ്യുന്നു. അത് അവരെ എന്തിനും കൂടി സഹായിക്കും? അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. ഞാൻ ആരും ഉന്താതെയും തള്ളാതെയും എന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്തു? അവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കോഡ് ഓഫ് കോണ്ടാക്ട് ഒക്കെ കൃത്യമായി പാലിക്കുന്നു, എന്റെ ജോലി ഞാൻ ചെയ്യുന്നു. അത് നമ്മുടെ പെർഫോമൻസ് ലെവൽ കൂട്ടാനും ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഏത്? പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? പോസിറ്റീവ് ഡിസിപ്ലിൻ. അതില് നമ്മൾ ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. Positive discipline is the discipline that motivates employees of the organization to standardize their behavior and achieve the goals by following a proper code of conduct. കേട്ടോ, രണ്ട് ക്വസ്റ്റ്യൻസ് പോലെ അവിടെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ബിഗിനിങ്ങിലെ ഡാഷ് ഇട്ട് ഡാഷ് ഈസ് ദ ഡിസിപ്ലിൻ എന്ന് ബിഗിനിങ്ങിലെ ഡാഷ് ഇട്ടും ആ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ഏറ്റവും അവസാനം ഡാഷ് ഇട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് എന്നുള്ളത് ഡാഷ് ഇട്ട് ആണെങ്കിൽ മറ്റേ രീതിയിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ രണ്ട് രീതിയിലുണ്ട്. ഇനി വീണ്ടും അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ഡിസിപ്ലിൻ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. പോസിറ്റീവ് ഡിസിപ്ലിനെ നമ്മൾ മറ്റൊരു പേര് കൂടി പറയും. ഏതാ? സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് എന്നാണ് അവിടെ കിടക്കുന്നത്. ഇറ്റ് മാറ്റി അവിടെ നമ്മൾ വായിക്കേണ്ടത് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് ചേർത്ത് വായിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് ഈ പോസിറ്റീവ് ഡിസിപ്ലിന്
നമ്മുടെ സ്പ്രീഗൽ എന്ന് പറയുന്ന അവതരം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്. ഹാസ് ഗിവൺ എ ഡെഫിനിഷൻ. ഒരു കൃത്യമായ ഒരു ഡെഫിനിഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ഡിസിപ്ലിൻ എനേബിൾസ് ആൻ എംപ്ലോയി ടു ഹാവ് എ ഗ്രേറ്റർ ഫ്രീഡം. കണ്ടോ, അദ്ദേഹം പറയുന്നത് പോസിറ്റീവ് ഡിസിപ്ലിൻ ഒരു എംപ്ലോയിയെ ഇങ്ങനെയാക്കുന്നു, എനേബിൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കഴിവിന് വിധേയമാക്കുന്നു. എന്തിന്? ടു ഹാവ് എ ഗ്രേറ്റർ ഫ്രീഡം, നല്ല ഫ്രീഡം ഉണ്ടാകാനായിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ദാറ്റ് ഹി എൻജോയ്സ് എ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് സെൽഫ് എക്സ്പ്രഷൻ. സ്വന്തമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, വോളണ്ടറി ആണ്, മനസ്സിലായോ? സെൽഫ് ഇമ്പോസ്ഡ് ആണ്, ഉള്ളിൽ നിന്ന് സ്വമേധയം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻ സ്ട്രൈവിംഗ് ടു അച്ചീവ് ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്. അത് എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് ദ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആളുകളുടെ ലക്ഷ്യമാണ് ഓർഗനൈസേഷന്റെ, അത് തന്റെ കൂടി ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി സ്ട്രൈവ് ചെയ്യുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു, മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു ഫ്രീഡം ഉണ്ടാകുക, അതിനെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്നാണ് സ്പ്രീഗൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? Positive discipline enables an employee to have a greater freedom in that he enjoys a greater degree of self-expression in striving to achieve the group objective which he identifies that it is his own. തന്റെ മാത്രമാണ് ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം, തന്റെ കൂടി ലക്ഷ്യമാണ്. ഓർഗനൈസേഷൻ എന്റേത് കൂടിയാണ്. അപ്പൊ ഇതിന്റെ ബെറ്റർമെന്റ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഒക്കെ എന്നെയും കൂടി ബാധിക്കുന്നതാണ് എന്ന് സ്വയം മനസ്സിലാക്കി പെർഫോം ചെയ്യുന്നു. അത് വളരെ നല്ല രീതിയിൽ അത് ഉപയോഗിച്ച് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതാണ് ഗ്രേറ്റർ ഫ്രീഡം ഉണ്ട്. അവിടെ ഡിസിപ്ലിൻഡ് ആയിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ, പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ് ഇതിന് എംപ്ലോയീസിനെ ഇങ്ങനെ ആക്കി തീർക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ സെൽഫ് എന്താ പറയാ, അക്കോർഡിംഗ് ടു സ്പ്രീഗൽ എന്ന് തുടങ്ങി ആസ് ഹിസ് ഓൺ എന്ന് പറയുന്ന ഫുൾ ഡെഫിനിഷൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആരാണ് അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കണേന്ന് വേണമെങ്കിൽ ചോദിക്കാം. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സ്പ്രീഗൽ ഡാഷ് എനേബിൾസ് ആൻ എംപ്ലോയി എന്നും ചോദിക്കാം. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ. ഓരോ സെന്റൻസും പറയുമ്പോൾ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു മിനിറ്റ് ഞാൻ നിർത്തേണ്ടത് ഓക്കെ ആണോ, ക്ലിയർ ആണോ എന്ന് നോക്കിയാൽ അപ്പൊ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അടുത്തത് ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ഈസ് നെഗറ്റീവ്. അത് എന്താ പറയാ, ഡെഫിനിഷൻ നമുക്ക് മുറിക്കാൻ പറ്റില്ല, ഡെഫിനിഷനെ മുറിക്കാൻ പറ്റില്ല. അത് ഒരാൾ കൊടുത്തേക്കുന്നതാണല്ലോ, ഇൻവെർട്ടർ കോമ കണ്ടോ? അത് അക്കോർഡിംഗ് ടു ഹിം. ചില ആൾക്കാർ ചില പ്രത്യേക വചനങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ അതിനെ നമുക്ക് അതിന്റെ വള്ളിപ്പുള്ളി വിടാൻ പാടില്ല. നമ്മൾ അത് അവർ പറഞ്ഞേക്കുന്നത് അവരെ തന്നെ കോട്ട് ചെയ്ത് നമ്മൾ പറയണം. അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്പീക്കിലാണ്. സോ അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് അങ്ങനെ തന്നെ സെന്റൻസ് മാർക്ക് ചെയ്തോളൂ കേട്ടോ. അടുത്തത് നെഗറ്റീവ് ഡിസിപ്ലിൻ ആണ്. സോ there are some situations where the employees do not feel like to follow the rules and regulations which are എന്താ പറയാ established by the organization. ചില എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് അവിടുത്തെ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇത്തരം റൂൾസ് ഒന്നും ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. അതാണ് they do not feel like എന്ന് വെച്ചാൽ ഫോളോ ചെയ്യാനായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് അവര് അതിനുള്ള മനസ്സ് കാണിക്കുന്നില്ല. ഓക്കെ, that means they are not easily complying with the rules and regulations. അവിടെ എന്തൊക്കെ ആണോ ഇതൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ അവരൊരു നെഗറ്റീവ് ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ചില ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ചിലത് അതെന്ന് പറയുന്നത് സാധാരണ ഡിസിപ്ലിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ചില ആളുകൾക്ക് തോന്നുന്ന ഒരു ജനറൽ കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ അപ്രോച്ച് ആണ്. ചില ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോ അയ്യോ ഇതിന് ഞങ്ങൾ ഫോളോ ചെയ്യണം, കണ്ടോ? അങ്ങനെ ഒരു ചെറിയ ഒരു ഈഗോ പോലത്തെ ഒരു കാര്യങ്ങളും എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ വരാറുണ്ട്. ഇൻ സച്ച് ടൈംസ്, അത്ര സാഹചര്യത്തിൽ എന്തായിരിക്കും ഉണ്ടാകുക? ഓർഗനൈസേഷൻ ഹാസ് ടു ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻസ്. തീർച്ചയായിട്ടും എംപ്ലോയീസിന്റെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. അവനത് ഫോളോ ചെയ്തില്ല, അത് അവനാ ഒരു നിയമം ലംഘിച്ചിരിക്കുന്നു, തെറ്റിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവന് ഫൈൻ അടയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അവന് പണിഷ്മെന്റ് കൊടുക്കുക. ഇത്തരം രീതിയൊക്കെ അവലംബിക്കും. ആരവലംബിക്കും? ഓർഗനൈസേഷൻ. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. That means if the employees are not complying with the rules and regulations of the organization, കേട്ടോ, that employees are not feeling to obey the rules and regulations, അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ the organization is forced to provide disciplinary actions against that employees.
അത്തരം എംപ്ലോയീസിന്റെ എതിരെ എന്താണ് ആക്ഷൻ എടുക്കാനായിട്ട് മാനേജ്മെന്റ് തയ്യാറാകുന്നു. സച്ച് അൺഡിസിപ്ലിൻഡ് എംപ്ലോയീസ്, അങ്ങനെ ഡിസിപ്ലിൻ ആയിട്ട് പ്രവർത്തിക്കാത്ത എംപ്ലോയീസിന് എന്ത് ചെയ്യും? ഓർഗനൈസേഷൻ വാർണിംഗ് കൊടുക്കും അല്ലെ? അതായത് അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കും ഇഫ് ദേ ആർ നോട്ട് ഒബേയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാതിരിക്കുന്ന എംപ്ലോയീസിനെതിരെ എന്ത് ചെയ്യുന്നു? ആക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ അവരെ വാൺ ചെയ്യുന്നു, അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നു. ഇതൊക്കെ വേണ്ടി വരുന്നതിൽ ഏത് ഡിസിപ്ലിനിലായിരിക്കും? പോസിറ്റീവില് വേണ്ടി വരുമോ ഇത്തരം ആക്ഷൻസ്? ഒരിക്കലും വേണ്ട. പോസിറ്റീവ് ഡിസിപ്ലിനിൽ ഇതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ. അവിടെ സ്വന്തമായിട്ട് സ്വയം ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻഡ് ആക്കാൻ ഞാൻ സ്വയം ഒരുങ്ങുകയാണ്. ഇവിടെ അതല്ല, ഇവിടെ ആക്ഷൻ എടുക്കേണ്ടി വരുന്നു. അതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നെഗറ്റീവ് ഡിസിപ്ലിനിൽ എന്തായാലും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കും. പോസിറ്റീവ് ഡിസിപ്ലിനിൽ ഡിസിപ്ലിനറി ആക്ഷന്റെ ആവശ്യമില്ല. ക്ലിയർ? മനസ്സിലായോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. നെഗറ്റീവ് ഡിസിപ്ലിൻ പെട്ടെന്ന്, അധികമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഡിസിപ്ലിനെയും നമ്മുടെ സ്ത്രീകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് നോക്കാം. വേഗം ഒന്ന് വായിച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ. അതില് നമ്മൾ അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഇതാണ് കേട്ടോ. സംടൈംസ് അൺഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ആർ വാൺഡ് ആൻഡ് ഈവൻ പണിഷ്ഡ് ഫോർ നോട്ട് ഒബേയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സംടൈംസ് എന്ന് തുടങ്ങി. ഓക്കെ. സോ അക്കോർഡിംഗ് ടു സ്പ്രീഗൽ എന്താണ് നെഗറ്റീവ് ഡിസിപ്ലിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ നോക്കാം. നെഗറ്റീവ് ഡിസിപ്ലിൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് പ്രോംപ്റ്റ്സ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ശക്തിയാണ്, ഇൻഡിവിജ്വലിനെ ഫോഴ്സ് ചെയ്യാണ്. ആ ഒരു ഫോഴ്സിംഗ് ആണ്, ഫോഴ്സ് ചെയ്ത് പ്രേരിപ്പിക്കുകയാണ്. ഓർ എ ഗ്രൂപ്പ് ടു ഒബ്സർവ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരാളെയോ ഒരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെയോ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നു, ഫോഴ്സ് ചെയ്യപ്പെടുന്നു. ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം എപ്പോഴാ വരിക? അതായത് ഡിസിപ്ലിൻ അല്ലാത്ത ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള ഫോഴ്സിങ്ങിന്റെ ആവശ്യം. ഇപ്പൊ എല്ലാ ദിവസവും കൃത്യമായിട്ട് കൃത്യസമയത്ത് വരുന്നു, ആള് ഡിസിപ്ലിൻഡ് ആണ്, എല്ലാ കാര്യം കൃത്യമായി ചെയ്യുന്നു. അവരെ നമുക്ക് വേറെ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട്. അതേസമയം എപ്പോഴാണ് ഫോഴ്സ് ചെയ്യേണ്ടി വരിക? ഇഫ് ദേ ആർ നോട്ട് ഒബേയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. റൂൾസും റെഗുലേഷൻസും ഒബേ ചെയ്തില്ലെങ്കിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു? ആ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിനെയോ ഒക്കെ നമുക്ക് ഫോഴ്സ് ചെയ്യേണ്ടി വരുന്നു ടു ഫോളോ വിച്ച് ആർ ഡീംഡ് ടു ബി നെസസറി ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ഗോൾസ്. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഘടകമാണ് എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെയോ പ്രോംപ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന്. ക്ലിയർ ആയോ? നെഗറ്റീവ് ഡിസിപ്ലിൻ സിമ്പിൾ ആണ്, അതും അണ്ടർലൈൻ ചെയ്യാം. സ്ത്രീകൾ പോസിറ്റീവ് ഡിസിപ്ലിനെയും അതുപോലെ തന്നെ നെഗറ്റീവ് ഡിസിപ്ലിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, രണ്ട് ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. Then the third type of discipline. മൂന്ന് ടൈപ്പാണ് ഡിസിപ്ലിൻ. ഒന്നാമത്തേത് പോസിറ്റീവ് ഡിസിപ്ലിൻ. അത് സെൽഫ് ഇമ്പോസ്ഡ് ആണ്, സ്വന്തമായിട്ട് നമ്മളുടേത് തന്നെ സ്വന്തം മനസ്സിലാക്കി ഓർഗനൈസേഷന്റെ ഗോൾസ് തന്നെ എന്ന് ലക്ഷ്യമാക്കി ജോലി ചെയ്യുന്നു, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യും. അത് പോസിറ്റീവ്. അവിടെ there is no action taken by the management. ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നും മാനേജ്മെന്റ് അവിടെ എടുക്കുന്നില്ല. രണ്ടാമത് പറയുന്നത് നെഗറ്റീവ് ഡിസിപ്ലിൻ ആണ്, ഫോഴ്സ്ഫുള്ളി ആണ്. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകളെ കൊണ്ട് പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതിന്റെ ആവശ്യം എന്ന് പറയുന്നത് നോട്ട് ഒബേയിങ് ദ പ്രിൻസിപ്പിൾസ് ഓർ റൂൾസും റെഗുലേഷൻസും ഒബേ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ടി വരുന്നത് എന്നാണ്. അതിനെയാണ് നെഗറ്റീവ് എന്ന് പറയാം. ഇനി അടുത്ത് പ്രോഗ്രസീവ് ആണ്. To maintain best discipline among the employees is the adoption of progressive discipline policy. ഏറ്റവും നല്ല രീതിയിൽ എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു മാർഗം ഇതാണെന്ന് പറയുന്നത്. ഏത്? പോസിറ്റീവ് ഡിസിപ്ലിൻ അല്ല, പ്രോഗ്രസീവ് ഡിസിപ്ലിൻ. ഏതാണ്? പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ആണ് ഒരു എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസിപ്ലിൻ ഏറ്റവും പറ്റിയ
ഒരു മാർഗം എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട് ഓഫ് ഡീലിംഗ് വിത്ത് ദ ഇൻഡിസിപ്ലിൻഡ് പ്രോബ്ലംസ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലെ എംപ്ലോയീസ് എന്താ പറയാ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് വിചാരിക്കുക ഓർഗനൈസേഷന്. അവര് അതിനെ സമീപിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് വേയിലാണ്. മനസ്സിലായോ? ആ സിസ്റ്റമാറ്റിക് വേ ഈ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ പോളിസിയിലുണ്ട്. പ്രോഗ്രസീവ് എന്ന് പറയുന്നത് എന്താ എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ മാറി മാറി മാറി, അതായത് ഒന്ന് കുഞ്ഞിതായിരിക്കാം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ വരുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അതാണ്. അപ്പൊ ഈ ഒരു ഡിസിപ്ലിൻ വേ ആണ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ പോളിസിയാണ് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാർഗം എന്നാ പറയുന്നത്. ഇനി ഈ ഡിസിപ്ലിനറി പോളിസിക്ക് അനുസരിച്ച് മാനേജ്മെന്റ് ക്യാൻ ടേക്ക് ആക്ഷൻസ്, ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാൻ പറ്റും. അങ്ങനെ ചിലപ്പോൾ മൈൽഡ് ആക്ഷൻസ് ആയിരിക്കും, വളരെ നേരിയ തോതിലുള്ള ഒരു ചെറിയ മുന്നറിയിപ്പ് പോലെ, വാണിംഗ് ഒക്കെ പോലെ ചെറിയ ചില ആക്ഷൻസ് അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ് അപ്പൊ ചെയ്യും. ആൻഡ് അതിനുശേഷം പിന്നെ മൂവിങ് ടു ദ സിവിയർ പണിഷ്മെന്റ്സ്. പിന്നെ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് മുകളിലേക്ക് വീണ്ടും അതിനേക്കാളും മുതിർന്ന രീതിയിലുള്ള തെറ്റാണ് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി കൂടിയ ഇനം ശിക്ഷ. അങ്ങനെ ശിക്ഷയുടെ ആ ഒരു കാഠിന്യം വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു വേ, അതിനെയാണ് നമ്മള് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. അത് ക്ലിയർ ആയോ? പ്രോഗ്രസീവ് എന്ന് പറഞ്ഞ വാക്ക് ഓർക്കുക. പ്രോഗ്രസീവ് കൂടി വരുന്നത്. എന്ത് കൂടി വരുന്നു? ആദ്യം കുഞ്ഞ് എന്താ പറയാ തെറ്റുകൾ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ തുടക്കമൊക്കെ എടുക്കുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, എന്നാലും ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള ഒരു വാണിംഗ് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതേസമയം ആ പണിഷ്മെന്റ് അന്നേരം ഒരു വാണിംഗ് ഒക്കെ കൊടുത്തു, പിന്നെയും അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതേ സ്റ്റൈലിലുള്ള ഡിസിപ്ലിൻസ് ഒക്കെ തെറ്റ് വരുത്തുമ്പോൾ വീണ്ടും ആ പണിഷ്മെന്റിന്റെ ആ ഒരു ആഴം അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ഒരു ഗൗരവം കൂടി വരുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന്. ക്ലിയർ ആണോ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഏതാ? ഈ സെന്റൻസ് സെക്കൻഡ് പാരഗ്രാഫിൽ കിടക്കുന്ന കുഞ്ഞു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ അതിന്റെ ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഈസ് ദ ബെസ്റ്റ് വേ. ഈസ് നമ്മളെ കൂട്ടിച്ചേർത്താൽ നമുക്കത് ഒരു സെന്റൻസ് ആയിട്ട് മനസ്സിലാവുള്ളൂ. പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഈസ് ദ ബെസ്റ്റ് വേ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ എമംഗ് ദ എംപ്ലോയീസ്. The adoption of progressive discipline policy. അത്ര വരെ മതി, എംപ്ലോയീസ് വരെ മതി. ഇതൊന്നും വേണ്ട, ഇത്ര മതി. നമ്പർ 3 ഇട്ടേക്കണേല് എമംഗ് ദ എംപ്ലോയീസ് മാത്രം മതി കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അവിടെ വരാൻ ഈ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അക്കോർഡിംഗ് ടു തുടങ്ങി സിവിയർ പണിഷ്മെന്റ്സ് വരെ അണ്ടർലൈൻ ചെയ്തോ? അതും ഓക്കെ. പറഞ്ഞോട്ടെ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഇഫ് ദേ ആർ നോട്ട് ഫോളോയിങ് ദ ഡിസിപ്ലിൻസ് ഇറ്റ് ഹാസ് ടു ബി ഗിവൺ മൈൽഡ് ആക്ഷൻസ്. ഇനീഷ്യൽ സ്റ്റേജിൽ തുടക്കത്തിലെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ കുഞ്ഞു ആക്ഷൻ ആണ് അത്തരം തെറ്റുകൾ വരുത്തുന്നത് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാത്തവരുടെ പേരിൽ എടുക്കുക. അതിനുശേഷം അക്കോർഡിംഗ് ടു ദ എന്താ പറയാ ഡെപ്ത് ഓഫ് ദ വയലേഷൻസ്, ഇതുപോലെയുള്ള ആഴത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ വയലേഷൻസ് ലംഘനങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ സിവിയർ പണിഷ്മെന്റ്സ് അതനുസരിച്ച് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു. ഫോർ എക്സാമ്പിൾ അവർ പറയുന്നുണ്ട് ഇഫ് എനി എംപ്ലോയി ക്രിയേറ്റ്സ് ഓർ മേക്സ് സം മിസ്റ്റേക്സ്, ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറുക, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരുത്തുക, ഫസ്റ്റ് he or she should be given a verbal warning. ആദ്യം എന്ത് ചെയ്യണമെന്ന് ഒരു വെർബൽ വാണിംഗ് അതുകൊണ്ടേ എന്തെങ്കിലും വാണിംഗ് കൊടുക്കുക, മുന്നറിയിപ്പ് കൊടുക്കുക. അതിനുശേഷം ഇഫ് he or she does not rectify their mistake, വീണ്ടും ആ തെറ്റ് തിരുത്തുന്നില്ല, വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ they can be given a charge sheet. എന്ത് കൊടുക്കും? അങ്ങനെയുള്ള എംപ്ലോയീസിന് ഒരു ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇൻഡിസിപ്ലിനറി ബിഹേവിയർ ഉണ്ടാകുകയാണെങ്കിൽ മേ ബി സസ്പെൻഡഡ് ആൻഡ് ഫൈനലി ടെർമിനേറ്റഡ് ഫ്രം ദ ജോബ്. ആ ജോബിൽ നിന്ന് പിരിച്ചുവിടുന്നോട്ടോളം വരെ എത്തുന്നു. ഇനീഷ്യൽ സ്റ്റേജിൽ വാണിംഗ് കൊടുത്തു, നടപ്പായില്ല, വീണ്ടും അതേ തെറ്റിന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്തു. അവർക്കെതിരെ ചാർജ് ഷീറ്റ് അത് എഴുതി തയ്യാറാക്കണമല്ലോ. ചാർജ് ഷീറ്റ് എന്ന് പറയുമ്പോൾ മറ്റേത് വെർബൽ വാണിംഗ് ആയിരുന്നു, വാഗോണ്ട കൊടുത്തത്. ഇനി ചാർജ് ഷീറ്റ് എഴുതി അല്ലെ? വീണ്ടും കുറച്ചും കൂടി ആഴമേറിയ ഒരു ശിക്ഷയാണത് ചാർജ് ഷീറ്റ് കൊടുക്കുക. ഫസ്റ്റ് എന്താ പറയാ ഒരു യെല്ലോ കാർഡ് കാണിക്കുന്നു,
അല്ലെ? ഇങ്ങനെ കാർഡുകളൊക്കെ കാണിക്കില്ല, അതുപോലെ തന്നെ ഒരു വാണിംഗ് ആണ്. വെർബൽ വാണിംഗ് കൊടുക്കുന്നു, കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും അത് തെറ്റ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആവർത്തിക്കുന്നു, അന്നേരം എന്ത് ചെയ്യുന്നു, ചാർജ് ഷീറ്റ് കൊടുക്കുന്നു, എന്നിട്ട് രക്ഷയില്ല. പിന്നീട് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്നു, എന്നിട്ടും കാര്യമില്ല, പിന്നെ എന്ത് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. നാലിനുള്ളൂ, അത്രയധികം ഇനിയില്ല. ഓക്കെ, അപ്പൊ വാണിംഗ് കൊടുക്കും, വെർബൽ വാണിംഗ് കൊടുക്കണം, ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം, ആൻഡ് ലാസ്റ്റ്ലി ഫൈനലി അഗെയിൻ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ പണിഷ്മെന്റ് ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടില്ല, ഇനി അതിനപ്പുറം ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ വെച്ച് നിർത്താം. ഓക്കെ, ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തോട്ടാ. അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ഏതെങ്കിലും എംപ്ലോയി പ്രവർത്തിച്ചാൽ ഫസ്റ്റ് ഗിവിംഗ് വെർബൽ വാണിംഗ്, സെക്കൻഡ് ഒരു ചാർജ് ഷീറ്റ്, ദെൻ സസ്പെൻഷൻ, പിന്നെ ടെർമിനേഷൻ. ഓക്കെ, then ഈ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ സ്റ്റേസ് വിത്ത് ദ എംപ്ലോയി ത്രൂ ഔട്ട് ഹിസ് കരിയർ പീരീഡ്. ആ നമ്മളിപ്പോ ഒരു പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു എംപ്ലോയിയുടെ കരിയറിൽ മുഴുവൻ, എന്ന് വെച്ചാൽ ആ ജോലി സ്ഥാപനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഫുള്ള് എപ്പോഴും ആളുടെ ആ ഒരു ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം ദ പീരീഡ് ഓഫ് ജോയിനിങ് അപ് ടു ദ പീരീഡ് ഓഫ് റിട്ടയർമെന്റ്, ആള് ജോലിക്ക് എപ്പോ ചേരുന്നോ അവിടെ നിന്ന് തുടങ്ങി എവിടെ റിട്ടയർ ചെയ്യുന്നത് വരെ ഇങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ആളുടെ ഡിസിപ്ലിൻ ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ ഇതെന്താണ് ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിന്റെ ഒരു ഉദ്ദേശം? ഇറ്റ് നോട്ട് ഓൺലി റൈസസ് ദ എംപ്ലോയി ടു ദ ഹയർ ലെവൽ. ചില എംപ്ലോയീസ് അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇത്തരം ഡിസിപ്ലിൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഡിസിപ്ലിൻ കുഞ്ഞു കുഞ്ഞു ആക്ഷൻ എടുത്ത് ഓക്കെ അതൊക്കെ തെറ്റിദ്ധരുത്തി പിന്നെ വീണ്ടും എങ്ങോട്ടേക്ക് കുതിച്ചു ഉയർന്ന് എവിടെ വരെ എത്താം, ഒരു ഹയർ ലെവൽ പൊസിഷനിൽ വരെ എത്താം. അറ്റ് ദ സെയിം ടൈം അതേ സമയം തന്നെ ആ ആളെ എവിടെ ചെയ്യാം, ഡിസ്മിസലിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാം, എന്താ പറയാ ടെർമിനേഷനിലേക്ക് കൂടി കൊണ്ടുവന്ന് എത്തിക്കാനും പറ്റും അതേസമയം. എന്താ ചിലപ്പോ ആ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ ചിലപ്പോ ചിലരെന്ത് ചെയ്യും, ഫെയിൽ ആകും, വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് അവിടുന്ന് പിരിച്ചുവിടുന്നത് വരെ എത്തുമെന്നാണ്. ദാറ്റ് മീൻസ് പ്രോഗ്രസീവ് ഡിസിപ്ലിൻ നോട്ട് ഓൺലി റിവാർഡ്സ് ദ എംപ്ലോയി ബട്ട് ഓൾസോ ഇറ്റ് ഈസ് എ പണിഷ്മെന്റ് ടു ദ എംപ്ലോയി. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രസീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു വശത്ത് നോക്കി കഴിഞ്ഞാൽ അത് എംപ്ലോയിക്ക് റിവാർഡ്, എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ്, റിവാർഡ്, അവാർഡ് കൊടുക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പണിഷ്മെന്റുമായി ചിലപ്പോൾ തീർന്നേക്കാം എന്നാണ് പറയുന്നത് പ്രോഗ്രസീവ് ഡിസിപ്ലിന്റെ കാര്യം. ഓക്കെ, ആ പ്രോഗ്രസീവ് ഡിസിപ്ലിന്റെ ഫസ്റ്റ് സെന്റൻസ്, ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസും അതോടൊപ്പം തന്നെ ലാസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. ഇൻ അതർ വേർഡ്സ് എന്ന് വേണ്ട, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് എന്ന് മതി. അവിടെ തുടങ്ങുന്നത് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്ര വരെ മനസ്സിലായല്ലോ എല്ലാവരും? യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്കാണ്, ഡിസിപ്ലിൻ. അതിന്റെ എന്താ പറയാ ഓപ്പോസിറ്റ് അല്ലെ, മിസ്കണ്ടക്ട് ഓർ ഇൻഡിസിപ്ലിൻ. ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, കുറെ പറഞ്ഞു ഡിസിപ്ലിന്റെ ആയിരിക്കണം. ഡിസിപ്ലിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡിസിപ്ലിൻ പോളിസി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു എന്താ ചെയ്യാ, എംപ്ലോയീസിന് അത് ഫോളോ ചെയ്യാം. സ്വന്തമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് മേക്സ് ബെറ്റർമെന്റ്, അവരുടെ കരിയർ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനും ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കും. അതായത് സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തരം ഡിസിപ്ലിൻ ആണത്. ഓക്കെ, ആ സമയം എന്താ പറയാ, അതേപോലെ തന്നെ ഡിസിപ്ലിൻ പോലെ തന്നെ അത് എന്തുകൊണ്ട് ഡിസിപ്ലിൻ ഇല്ലാതെ വരുന്നു, അതാണ് ഇൻഡിസിപ്ലിൻ. അങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് എന്താണ്? വാട്ട് യു മീൻ ബൈ ദ വേർഡ് ഇൻഡിസിപ്ലിൻ? വയലേഷൻ ഓഫ് എനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് നമ്മൾ അരുതാത്തത് ചെയ്യുക, അതാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ട ചില നിയമങ്ങൾ അല്ലെങ്കിൽ അനുസരിക്കേണ്ട ചില നിയമങ്ങൾ, റൂൾസ് ഒക്കെ തെറ്റിക്കുക, അതിനെയാണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ എന്ത് വിളിക്കുക, ഇൻഡിസിപ്ലിൻ എന്ന് വിളിക്കുക. Violation of companies rules and regulations by the employees is termed as misconduct. അതായത് ഏതെങ്കിലും എംപ്ലോയീസ് ആ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നു, ലംഘിക്കുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ. സോ അണ്ടർലൈൻ ദി സെന്റൻസ്. മറക്കണ്ട, ആ സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക. See, what happens when any employee or employees misconduct or are violating the rules and regulations? ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നു, ലംഘിക്കുന്നു, അല്ലെങ്കിൽ മിസ്കണ്ടക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ, മോശമായ രീതിയിൽ പെരുമാറുന്നു. ഇത് അതുകൊണ്ടുണ്ടാകുന്ന
എന്താ പറയാ ദോഷം എന്താണ്, എന്ത് ഫലമാണ് അതുകൊണ്ട് ഉണ്ടാകുക? രണ്ട് ഫലമാണ്. അഡ്വേഴ്സ്ലി ഇഫക്ട് ചെയ്യും. എന്താണ് ഇത്? ഓർഗനൈസേഷനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുക. എന്താണ് പ്രതികൂലമായി ബാധിക്കുന്നത്? ഒന്ന്, ഇറ്റ് അഫക്ട്സ് ദ ഇമേജ് ഓർ ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ എംപ്ലോയി. അത് ആളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ വരുമ്പോ ഇവിടുത്തെ പല നിയമവും തെറ്റിച്ച് പോകുന്നു. അതെന്റെ പദവിയെ ബാധിക്കില്ലേ? എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ? കാരണം ആൾക്കാരുടെ ഇടയിലും ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഇടയിലും നമുക്കൊരു പേര് വരും അല്ലെ? എപ്പോഴും വളർത്തി വെക്കുന്നു. എപ്പോഴും ആ ഒരാളുടെ ആ ഒരു പദവി എന്താണ് പറയുക, ഒരു ഫെയിം നമ്മളുടെ തന്നെ ഇതിന് നമ്മൾ തന്നെ കോട്ടം വെത്തുന്നു. അതാണ് ഇൻഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാലുള്ള ഒരു കാര്യം. പിന്നെയോ, ഇറ്റ് ഓൾസോ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഹിസ് കരിയർ ഗ്രോത്ത്. നമ്മളുടെ കരിയറിന്റെ വളർച്ചയ്ക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇതായിട്ട് കൊണ്ടുവരാം. പക്ഷെ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം എന്താ? സ്ഥിരമായിട്ട് ഏതെങ്കിലും രീതിയിൽ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നവരെ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അത് വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു കരിയർ ഡെവലപ്മെന്റ് ഉണ്ടാകുമോ? ആ ഓർഗനൈസേഷനിൽ തന്നെ എനിക്ക് ഒരുപാട് ഇത് ആൾക്കാർ വരും എനിക്ക് എഗേൻസ്റ്റ് ആയിട്ട്. ആൾക്ക് മാത്രം എന്താ ഫോളോ ചെയ്യാൻ പറ്റാതെ മറ്റവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അല്ലെ? നമ്മുടെ കരിയറിന് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ ഈ രണ്ട് അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് എന്താണ്? ഇഫ് വി വയലേറ്റ് എനി റൂൾ ഓർ മിസ്കണ്ടക്ട് ഓഫ് എൻ എംപ്ലോയി മിസ്കണ്ടക്ട് ചെയ്താൽ അല്ലെങ്കിൽ കമ്പനിയുടെ റൂൾ വയലേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന രണ്ട് അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ രണ്ട് ഇതാണ് ഇഫക്റ്റുകളാണ്. ഒന്ന്, ഇറ്റ് അഫക്ട്സ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എംപ്ലോയി. രണ്ട്, ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ഹിസ് കരിയർ ഗ്രോത്ത്. കരിയറിന്റെ ഗ്രോത്തിലെ നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരുന്നു. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Not only adversely affect the reputation of an employee, but also have negative impact on his career growth. കേട്ടോ സെന്റൻസ്. ദിസ് എന്നുള്ളത് മാറ്റി അവിടെ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ചേർക്കണം കേട്ടോ. അങ്ങനെയാണ് വായിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. ഈ മിസ്കണ്ടക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് നെസസറി ടു ബി conducted inside the organization. It can also take place outside the organization. ഇങ്ങനെ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷന് ഉള്ളിൽ വെച്ച് മാത്രമല്ലായിരിക്കും ചിലപ്പോൾ നടക്കുക, ചിലപ്പോൾ പുറത്തുണ്ടാവും. അതെന്താ? ഉള്ളിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നമ്മുടെ അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കാണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്ത് നടക്കുന്നു, തോന്നിയ പോലെ നടക്കുന്നു. മറ്റു എംപ്ലോയീസ് ഒക്കെ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാണ്ട് ഇത് ഇഷ്ടത്തിന് ഞാൻ എന്റേതായ നിയമങ്ങൾ അനുശാസിച്ച് നടക്കുന്നു. അതാണ് ഇൻസൈഡ് ഓർഗനൈസേഷനിൽ. അതുകൂടാതെ പുറത്തും നമ്മൾ ഇൻഡിസിപ്ലിൻഡ് ആകാം എന്ന് പറഞ്ഞാൽ എന്താ? അതെന്തായിരിക്കും? നമ്മുടെ ഓർഗനൈസേഷൻ, നാം ജോലി ചെയ്യുന്ന ഓർഗനൈസേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റുള്ളവരോടൊക്കെ പറയുക, അതൊക്കെ ഇൻഡിസിപ്ലിൻ തന്നെയാണ് അല്ലെ? മോശം കാര്യങ്ങൾ പറയുക അല്ലെ? നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെ കുറിച്ചിട്ടുള്ള എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങൾ വെറുതെ ആവശ്യമില്ലാതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കും ഓർഗനൈസേഷന് പുറത്ത്. അപ്പൊ രണ്ട് രീതിയിലും ഇൻഡിസിപ്ലിൻ ആകാം. എവിടെ? ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ ഓർ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓക്കെ. സോ അപ്പോ എന്താ പറയാ നമ്മളുടെ എത്രത്തോളം കാലം നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നോ അത്രയും നാൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ അറിയപ്പെടും മറ്റുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ. ഓക്കെ. അപ്പോ എന്താണ്? ഡിസിപ്ലിൻഡ് ആണ് ആകേണ്ടത്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആകണമെങ്കിൽ they have to follow the rules and regulations. ഓക്കെ. അപ്പോ അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടെ. മൂന്നാമത്തെ സെന്റൻസ്, 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ ഈ ഒരു കുഞ്ഞു പാരഗ്രാഫില്. ഒന്ന്, വയലേഷൻ. എന്താണ് മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ? ആ വേർഡിന്റെ മീനിങ് ആണ് കൊടുത്തത്. വയലേഷൻ ഓഫ് കമ്പനീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദ എംപ്ലോയീസ് ഈസ് ടേംഡ് ആസ് മിസ്കണ്ടക്ട്. അതിനുശേഷം ആ മിസ്കണ്ടക്ട് അല്ലെങ്കിൽ എന്താ പറയാ ഇൻഡിസിപ്ലിൻ എന്താണ് എഫക്ട് ചെയ്യുന്നത്? ഒന്ന്, adversely affect the employees reputation. എംപ്ലോയിയുടെ റെപ്യൂട്ടേഷനെ അഡ്വേഴ്സ് ആയി എഫക്ട് ചെയ്യുന്നു. കൂടാതെ നെഗറ്റീവ് ഇമ്പാക്ട് ഫോർ ദ കരിയർ ഗ്രോത്ത്. കരിയർ ഗ്രോത്തിന് നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരുന്നു. പിന്നെ പറഞ്ഞത് ഈ മിസ്കണ്ടക്ട് കമ്പനിക്ക് അകത്ത് തന്നെ നടക്കണം എന്നൊന്നുമില്ല, കമ്പനിയുടെ ചുറ്റുപാടില്, അതായത് എന്താ പറയാ കമ്പനി പ്രമിസസിനകത്ത് നടക്കണം നിർബന്ധമൊന്നുമില്ല. ആൻഡ് ഓൾസോ വർക്കിംഗ് അവേഴ്സിലും ആവണമെന്നില്ല, ഔട്ട്സൈഡ് ഓർഗനൈസേഷനിലും സംഭവിക്കാം. ഓക്കെ. 3 സെന്റൻസ്. വായിച്ചു നോക്കിയത് ആ സെന്റൻസ് 3. ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ആബ്സെന്റ് മൈൻഡഡ് ആയിരിക്കും. ഒരു കാര്യത്തിൽ ഒരു താല്പര്യമില്ല,
അങ്ങനെയൊക്കെ ആയിരിക്കും. അതാണ് ആ സെന്റൻസ് ആയിരിക്കുന്നത്. മാക്സിമം ടൈം പീരീഡ് ഓഫ് കമ്പനി, അതായത് കൂടുതൽ സമയം ഇങ്ങനെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഒരു താല്പര്യമില്ലാത്ത, അത് ഇൻഡിസിപ്ലിൻഡ് ആകുമ്പോഴാണ്. ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴും എന്താ പറയാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ആക്റ്റീവായിട്ട് എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകുന്നു. അതൊക്കെ മറ്റേത് എന്തെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ. അത് വരുമ്പോ എന്താ ആബ്സെന്റ് മൈൻഡഡ് ആണ്. അത് കുറെ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് ആ സെന്റൻസ് പറഞ്ഞേക്കണേ. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ്? ഇങ്ങനെ ഇൻഡിസിപ്ലിൻഡ് ആയാൽ എന്ത് സംഭവിക്കും? ഇറ്റ് അഫക്ട്സ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്. ദാറ്റ് മീൻസ് ഗ്രാജുവലി ദ പെർഫോമൻസ് ലെവൽ ഓഫ് ദ എംപ്ലോയീസ് becomes reduced. പതുക്കെ എന്ത് ചെയ്യുന്നു? ഈ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ലെവൽ താഴെ പോകും. കാരണം എന്താ? ഡിസിപ്ലിൻഡ് അല്ലല്ലോ. ഡിസിപ്ലിൻഡ് അല്ലാത്തവൻ എന്താകും എന്ന് പറയുന്നത് തൊട്ട് മുമ്പിൽ ഞാൻ പറഞ്ഞില്ല, ആബ്സെന്റ് ആയിരിക്കും. ആബ്സെന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആളവിടെ ഉണ്ട്, പക്ഷെ ജോലിയൊന്നും മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഡിസിപ്ലിൻഡ് അല്ല, കറക്റ്റ് ആയിട്ട് അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ തന്നെ പുള്ളിയുടെ ഉള്ളില് തെറ്റിക്കുകയാണ്, താൻ അവിടുത്തെ നിയമങ്ങൾ തെറ്റിക്കുന്നു എന്നൊക്കെ ഉള്ളിന്റെ ഉണ്ട്. അതനുസരിച്ച് അപ്പൊ എന്തിൽ റിഫ്ലക്ട് ചെയ്യും? ജോലിനെ റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായോ? അത് അവരുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്ന പറഞ്ഞേക്കണേ. ആൻഡ് ഓൾസോ ദർ വിൽ ബി ചേഞ്ചസ് ഇൻ ഹിസ് ബിഹേവിയർ. എംപ്ലോയിയുടെ പെരുമാറ്റത്തിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? തൊട്ടയും പിടിച്ചതിനും ഒക്കെ വെറുതെ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. മേ ബോദർ അബൌട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ചില ഇൻഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് ഇടയ്ക്കിടയ്ക്ക് എന്തിന് അവർ ഓവർ ടൈം ചെയ്തു, സാലറിയുടെ കാര്യത്തില് അല്ലെങ്കിൽ വേജസിന്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ഓൾസോ ഇൻഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇഫ് ദ മാനേജ്മെന്റ് ഡിറ്റക്ട്സ്, ഏതെങ്കിലും എംപ്ലോയീസ് ഇതുപോലെ ഇൻഡിസിപ്ലിൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? They have to take necessary actions as soon as possible. ഈ എത്രയും പെട്ടെന്ന് അത്തരം ഇൻഡിസിപ്ലിന്റെ പേരിൽ ആക്ഷൻ എടുത്തോളണം. അതല്ലെങ്കിൽ അങ്ങനെ കടന്നിരുന്ന ആ എംപ്ലോയി ആകെ നാശമായി, ചിലപ്പോൾ പിരിച്ചുകൊണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോകും. അതില്ലാതിരിക്കണമെങ്കിൽ നെസസറി ആക്ഷൻസ് പെട്ടെന്ന് എടുക്കണം. ഓക്കെ, അത് തിരുത്താൻ പറ്റുന്ന ആളാണെങ്കിൽ തിരുത്തിപ്പിക്കണം. ദാറ്റ്സ് ഓൾ. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. കോൺസെൻട്രേഷൻ ലെവൽ ഓഫ് ദ എംപ്ലോയി ഓൾസോ റിഡ്യൂസസ് ഗ്രാജുവലി അഫക്റ്റിംഗ് ഹിസ് പെർഫോമൻസ്. ആ സെന്റൻസിനെ അണ്ടർലൈൻ ചെയ്യാം. എക്സാമ്പിൾ വേണ്ട. ഓക്കെ, മനസ്സിലായോ? ഉത്തരം വരെ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ആക്ട്സ് ഓഫ് ഇൻഡിസിപ്ലിൻ ഓർ മിസ്കണ്ടക്ട് എന്നുള്ളത് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, വായിച്ച് നന്നായിട്ട് വരിക. ഓക്കെ, സീ യു. താങ്ക് യു.